അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. അപ്പോൾ വലിയ സന്തോഷമുള്ളൊരു വാർത്ത കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കയിൽ ലോകോത്തര നിലവാരമുള്ളൊരു എയർപോർട്ട് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മെട്രോ സർവീസുകൾ വിപുലീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉംറയ്ക്ക് വേണ്ടി വരുന്നവരുടെയും അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി വരുന്നവരുടെയും ഒരു കാര്യമാണ് എനിക്ക് മനസ്സിൽ വന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഒരു സന്തോഷം തോന്നിയത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10 മാസത്തോളം ഇവിടെ ഉംറ വിസ അടിക്കുകയും ഉംറക്കാർ ഇവിടെ മക്കയിൽ ഉണ്ടാകുകയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഹജ്ജിന് വേണ്ടി വരുന്നവർ എല്ലാ വർഷവും വരുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാജിമാർ വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. രണ്ടാമത്തെ സ്ഥാനം ഇന്ത്യക്കാർക്കാണ്. ഏകദേശം 1,70,000 ഹാജിമാരാണ് ഇന്ത്യയിൽ നിന്നും വരാറുള്ളത്. അപ്പോൾ അവർക്കൊക്കെ അതിലും പ്രായമുള്ളവരുണ്ടാകാം. അപ്പോൾ ജിദ്ദയിൽ വന്ന് ഇറങ്ങി ജിദ്ദ എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ച് മക്കയിലേക്ക് ബസ് മാർഗം അല്ലെങ്കിൽ ട്രെയിൻ മാർഗം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചധികം സമയം കാത്തിരിക്കേണ്ടി വരികയും അല്ലെങ്കിൽ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് നേരെ മക്ക എയർപോർട്ടിലേക്ക് വരികയും അവിടുന്ന് കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ താമസ സൗകര്യങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ.